ഹായ് ഗേസ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാനിന്നിവിടെ ഒരു വാക്സിനാണ് ചെയ്യാൻ പോകുന്നത്, കയ്യിലെയും കാലിലെയും വാക്സിൻ. അപ്പോൾ നമുക്ക് അത് കാലിലെ വാക്സിൻ ചെയ്യാം. കയ്യിലും രോമമുണ്ട്, കാലിലും രോമമുണ്ട്. കണ്ടല്ലോ, കാലിലും രോമമുണ്ട്. അപ്പം ഇത് ചെയ്യാനാണ് എൻ്റെ പരിപാടി. അപ്പം ഇതാണ് ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ്, വീറ്റ്. നിങ്ങൾക്കത് കറക്റ്റായി കാണാൻ പറ്റില്ലല്ലോ, തല തിരിച്ചായിട്ടാണ് കാണുന്നത്. വീറ്റിൻ്റെ പ്രോഡക്റ്റാണ് വാങ്ങിയത്. അപ്പോൾ ഇതിപ്പം ഇതിലെന്തൊക്കെ കൊണ്ടാണ്ടങ്ങളുണ്ട്. വൈപ്സ്, ഇത് തേച്ചിട്ട് നമ്മളെ കാലിൽ തേക്കേണ്ടല്ലോ. ഇത് തന്നെ ലോഷനാണ് കേട്ടോ. ക്രീമാണ്. ഇത് വലിച്ചിട്ട് നമ്മളെ കാലിൽ ഇങ്ങനെ തേക്കണം, അല്ലെങ്കിൽ റാഷസ് ഉണ്ടാവും. ഫൈനലായിട്ട് ഇത് കാലിൽ ഇത്രയും ചെയ്തിട്ട് ഫൈനലായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ 2 എണ്ണം ഉണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു എൻ്റെ കാലിലെ രോമം പൊഴിക്കുന്ന വീഡിയോ ഒന്ന് ഇടാവോ. ഇത് 1, 2, 3, 4 പീസുണ്ട്. ഈ 4 പീസിന് 150 രൂപയാണ്. ഞാനിത് തൃപ്രയാർ എന്ന് വാങ്ങിയതാണ്. ഇവിടെ ഭയങ്കര വിലയാണ്. എറണാകുളം സിറ്റിയിൽ 250-300 രൂപ കുറഞ്ഞ പ്രോഡക്റ്റ് ഈ സാധനം ഇല്ല. മനസ്സിലായില്ലേ? ഈ പ്രോഡക്റ്റ് ഇവിടെ എറണാകുളം സിറ്റിയിലില്ല. ഞാൻ തൃപ്രയാർ ഒരിക്കൽ പോകുന്ന സമയത്ത് ജസ്റ്റ് അവിടുത്തെ ഫാൻസി കടയിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. ഈ മൂക്കുത്തിയും വേറെ 2 മൂക്കുത്തി കൂടെ വാങ്ങിച്ചു. മൊത്തം 3 മൂക്കുത്തിയും ഇതും കൂടെ മേടിച്ചപ്പോൾ 450 രൂപ ആയെനിക്ക്. മൂക്കുത്തിക്ക് ഇത്തിരി വിലയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിരിക്കും. കാലിലെ രോമം പൊഴിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ പരസ്യം എന്ന പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കാലിലെ കഷത്തിൽ രോമങ്ങൾ എടുക്കാമെന്നാണ് ഇത് കാണിക്കുന്നത്. മനസ്സിലായോ? കാലിലെ കഷത്തിൽ രോമങ്ങൾ എടുക്കാം. അപ്പോൾ ഇത് എടുക്കേണ്ട രീതികളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റെപ്പായിട്ട് എടുക്കേണ്ട രീതികൾ. വൺ പീസ് എടുക്കുക, ഓപ്പൺ ചെയ്യിക്കുക, പിന്നെ കാലിലൊട്ടിക്കുക, വലിക്കുക. ഇങ്ങനെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം എടുക്കാൻ അറിയാൻ പറ്റാത്തവർക്കും ഇത് എടുക്കാവുന്നതാണ് കേട്ടോ. നോ പ്രോബ്ലം, ഒരു പ്രശ്നവുമില്ല. അപ്പം ഞാനിതാ ഇങ്ങനെ എടുക്കുകയാണ്. ഇച്ചിരി വേദന ഉണ്ടാവും കേട്ടോ, വലിച്ച് പറിച്ചെടുക്കണേല്. ഇതണ്ട, നമ്മൾ പേഡ് പോലെ ഇരിക്കും കേട്ടോ. 2 വർഷമുള്ളതാണ്, 2 വശമുള്ളതാണ്. ഇതിങ്ങനെ എടുക്കുക, കാലിൽ എവിടെയാണോ രോമം ഉള്ളത് അവിടേക്ക് ഇങ്ങനെ ഒട്ടിക്കുക. ഇങ്ങനെ തട്ടിക്കൊടുക്കണം. തട്ടിയാലേ ഈ രോമത്തിൽ നല്ല സ്പ്രഷ് ചെയ്ത് ഇപ്പോൾ എന്നിട്ട് ഇങ്ങനെ വലിക്കുക. ഒട്ടി പക്ഷേ അത് ഇളകി വന്നില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ മെത്തേഡ് ഞാൻ ഫസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. കണ്ടല്ലേ, എവിടെയെങ്കിലും ഇട്ടാൽ അത് ഒട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ ഒട്ടിച്ചിട്ട് വലിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഞാനിതിങ്ങനെ ഒട്ടിച്ച് വയ്ക്കുകയാണ്.
ഇത് ഇളകി വരുന്നില്ല ഗെയ്സ് പശ. അപ്പം എനിക്ക് തോന്നുന്നു ഈ പശ ഇതിൽ ഒട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ആദ്യം ഇത് തേക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഈ പശ തേച്ചിട്ട് ഇതിൻ്റെ ടിഷ്യൂ പേപ്പറാണ്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഞാൻ മുമ്പ് മറ്റേ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇവിടെയും ക്രീമാണ് തേക്കുന്നത്. ഇതിലൊന്നും തേക്കാൻ പറഞ്ഞില്ല, ഇത് ഇതോടുകൂടി തേക്കാനാണ് പറയുന്നത്. എന്നിട്ട് വലിച്ചെടുക്കണമെന്നുള്ള 3 ഇതിലങ്ങനെ തന്നെ പറയുന്നത്. 3 സ്റ്റെപ്പായിട്ട് വലിച്ചെടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അതുപോലെ ചെയ്തിട്ട് വരുന്നില്ല ഗൈസ്. എന്താണ്? അയ്യോ, പശ 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 എവിടെയെങ്കിലും കൊണ്ട് ഇതിട്ടാൽ ഉടനെ പശ പിടിക്കുകയാണ്. ഇതെന്താണ് വരാത്തത്? ഇനി ബാക്ക് ഇങ്ങോട്ട് നോക്കട്ടെ. ബാക്ക് പേപ്പർ പ്ലെയിനാണ്. ഇനി അതൊന്ന് നോക്കട്ടെ. എവിടെ ഇട്ടാലും ഇത് ഒട്ടും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നല്ല പശയുണ്ട്. വലിച്ചിട്ട് വരുന്നില്ലല്ലോ. ഇത് പശ മാത്രം ഒട്ടിപ്പിടിക്കുന്നു. ഈ ടിഷ്യൂ പേപ്പറും ഉണ്ട്. ഈ ടിഷ്യൂ പേപ്പറിൽ നല്ല ലോഷൻ്റെ സ്മെല്ലാണ്. കുറച്ച് വന്നു കേട്ടോ ഗൈസ്. കണ്ട, കുറച്ച് രോമം വന്നു. വലിച്ചൊരു പിടി പിടിക്കണമെന്നാണ് തോന്നുന്നത്. കുറച്ച് രോമം വന്നു ഉണ്ടല്ലോ. അപ്പോൾ ഒന്നുകൂടി ഞാൻ ട്രൈ ചെയ്യാം. ഇതിനെ വലിച്ചങ്ങ് പിടിച്ച് ചെയ്യാനുള്ളതാണ്. അതായത് ഇങ്ങനെ ചെയ്യാനുള്ളതാണ്. ഒരൊറ്റ വലി കണ്ടല്ലോ. ചിലയിടത്ത് രോമം വരുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഇതത്ര പ്രാക്ടിക്കലല്ലെന്നാണ് തോന്നുന്നത്. കാരണം മറ്റതുപോലെ അത്ര പ്രാക്ടിക്കലല്ല. മറ്റേതെന്താണെന്ന് വെച്ചാൽ ക്രീമുണ്ട്. ക്രീം നമ്മൾ കയ്യിലല്ല, ഒരു കത്തിയുണ്ട്. കത്തി കൊണ്ട് ഇങ്ങനെ തേക്കുക, എന്നിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുക, ഇങ്ങനെ അടിച്ചുവിടുക, എന്നിട്ട് വലിച്ചെടുക്കുക. ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്നുകൂടെ നോക്കട്ടെ. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു വലി. കുറച്ചൊക്കെ വരുന്നുണ്ട്. അപ്പം ഒന്നുകൂടി ശ്രമിക്കാം. വരുന്നുണ്ട്. പക്ഷേ പാടാണ് കേട്ടോ വലിച്ചെടുക്കാനെന്ന് പറഞ്ഞാൽ കയ്യിലൊക്കെ ഒട്ടിയാൽ പിന്നെ അത് വേദനയുണ്ട് ഗൈസ്. വരുന്നുണ്ട്. പക്ഷേ നമ്മൾ വേദനിക്കൊന്നും പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല. അതായത് ഇങ്ങനെ ഒട്ടിക്കുക, ഒരൊറ്റ വലി. അപ്പോൾ ഓക്കെ, കണ്ടല്ലോ, രോമം വരുന്നു. അപ്പം അങ്ങനെയുള്ള പരിപാടി. വേദനിക്കൊന്നും പറഞ്ഞ് നമ്മൾ പതുക്കെ ഇട്ട് വലിച്ചാൽ ഈ സാധനം വരുന്നതല്ല. വരുന്നുണ്ട്. ഒരു ടിഷ്യൂ പേപ്പർ മതിയായിരിക്കണം ഒരു കാലിൽ. വരുന്നുണ്ട്. ഓ, എന്താ ഒരു വേദന. കണ്ടോ? ആദ്യമൊന്നും നമ്മൾ ഡൗണായി. കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങാനും വേദനിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്.
കാലിലെ രോമമല്ലേ. ആ ഒരു ബോക്സിനകത്ത് 4 ഉണ്ടാകും അതല്ല. അവിടേക്ക് മുടിയായിട്ടുണ്ട്. ഞാനിപ്പോൾ മുട്ട് വരെ കാണിക്കുന്ന ഏതെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഞാനത് ഒന്നുകിൽ ഷേവ് ചെയ്ത് കളയും, അല്ലെങ്കിൽ ഇതുപോലെ പറിച്ചിട്ട് പോകും. അത് നമ്മൾ മുട്ടുവരെയുള്ള ഡ്രസ്സ് ഇടുമ്പോൾ ആളുകളുടെ ശ്രദ്ധയെല്ലാം കാലിലായിരിക്കും. അതിന് ഏത് പ്രായത്തിലുള്ള പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ കാലിലേ നോക്കുകയുള്ളൂ മുട്ടുവരെയുള്ള ഡ്രസ്സ് ഇട്ടാൽ. ഓക്കേ, ആവശ്യത്തിന് രോമമൊക്കെ ഉണ്ട്. ഓ അതെ, ആ അപ്പടാ അപ്പോ അപ്പോ എത്താ വേദന. നമ്മൾ ഒട്ടിച്ചിട്ട് ഇവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. ഇതാണ് അതിൻ്റെ മെത്തേഡ്. ഒരു കാലിൽ ഒരു ഒരെണ്ണം മതിയാവും കേട്ടോ. കേട്ടല്ല, ഇതിൻ്റെ മുഴുക്കരവുമായി. ആദ്യം നമ്മൾ താഴോട്ട് വലിക്കാത്തത് കൊണ്ടാണ് അതങ്ങനെയുള്ള വരാത്തത്. ചെറുതും ശരീരത്തിൽ രോമം പറിക്കാൻ വേദന ഉണ്ടാവും. നിങ്ങളെ മീശയൊന്നും പിടിച്ച് വലിച്ചു നോക്കണം, അപ്പം അറിയാം. ആവറേജ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാനിപ്പോൾ ഒരെണ്ണം വെച്ച് തന്നെയാണ് വലിച്ചെടുക്കുന്നത്. ഒരെണ്ണം വെച്ചിട്ടാണ് ഞാൻ വലിക്കുന്നത്. അടുത്തൊരു പീസ് അടുത്ത കാലത്ത്. ഓക്കെ, ഒരു ടിഷ്യൂ പേപ്പർ കഴിഞ്ഞു. കൈ ഒട്ടുന്നു, പശയുണ്ട് ഇതിൽ കേട്ടോ. എന്ത് നല്ല സ്മെല്ലും ഉണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഇതിലുള്ള പെർഫ്യൂം ഇതിവിടെ ഇങ്ങനെ തേച്ച് വിടാനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ റാഷസ് ഉണ്ടാവും. ഒരുവിധ ആവറേജ് രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. ഈ ടിഷ്യൂ പേപ്പർ നമ്മൾ കാലിൽ, ഇതിനകത്ത് എന്തോ ഒരു ഓയിലുണ്ട്. ഓയില് അതായത് നമ്മൾ കാലിനൊരു സ്മൂത്ത്നെസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ഓയിൽ തേച്ചിങ്ങനെ വിടുമ്പം എന്തെങ്കിലും മുറിവുകളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും.
അപ്പം ഞാൻ കട്ടിൻ്റെ പുറത്തിരുന്നാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി കയ്യിലും കൂടെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. കയ്യിലുണ്ട്, കഷത്തുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു കാലിലുള്ളത് ഞാൻ എടുത്തു കഴിഞ്ഞു. ഒരു കാലിലുള്ളത് എടുത്തു കഴിഞ്ഞു. കണ്ടല്ലോ, ഇതാണ് എൻ്റെ കാലിൻ്റെ ഇപ്പോഴത്തെ മെത്തേഡ്. ഇതെന്താണ് എൻ്റെ കാലിന് ഇപ്പോഴത്തെ മെത്തേഡ് ഇതാണ്. അപ്പോൾ കണ്ടല്ലോ, ഇങ്ങനെയാണ് ഓരോ ഭാഗമായിട്ട് നമ്മൾ ബുൾഷിറ്റ് തറയിൽ വീണു ഗെയ്സ്. മൊബൈൽ എന്താ വിയർപ്പെന്നുണ്ടാവും ഗെയ്സ്, ഭയങ്കര ചൂടാണ്. അപ്പം ഞാൻ ഒരെണ്ണം ശരിയാക്കി, ഒരു കാലിൽ ശരിയാക്കി. ഞാൻ അടുത്തതും കൂടെ എടുക്കണം. നമ്മൾ ടിഷ്യൂ പേപ്പർ ഓയിലെല്ലാം പോയി കഴിഞ്ഞു. ഒരു കാലിൽ ഞാൻ രോമം എടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത കാലിലൂടെ എടുക്കണം. കാരണം ഒരെണ്ണം കൂടെ പൊട്ടിച്ചതുണ്ട്, നമുക്കത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇത് കണ്ടല്ലോ, ഇങ്ങനെ എടുക്കണം. താഴെ നിന്ന് മേളിലോട്ട് വലിക്കണം. ബുൾഷിറ്റ്. ഭയങ്കര വേദനയാണ് ഗെയ്സ് വലിക്കുന്നത്. ഒരു ദാക്ഷിണ്യം കൂടാതെയാണ് വലിച്ചെടുക്കേണ്ടത്. രണ്ടാം കാലിലതും കഴിഞ്ഞു. ഇത് പുന്നരിച്ചോണ്ടിരുന്നുണ്ടല്ലോ, നമ്മളെ കയ്യിൽ അത്രയും പശയാവും. ഉണ്ടല്ലോ, ഇതിപ്പോൾ ആവറേജ് ആയി കഴിഞ്ഞു. എന്നാലും മാക്സിമം വേദനയുണ്ട് വേദന. കഷത്തെ രോമം ഇത് വെച്ച് പറിക്കുന്നത് ഞാൻ വേറൊരു ദിവസം കാണിക്കാം കേട്ടോ. അപ്പം നമുക്ക് കാലിലെ വാക്സിങ് ആണ് കാണിക്കുന്നത്. ഓക്കെ, കാൽ വാക്സിങ് ആണ് കാണിക്കുന്നത്. ഇതിപ്പോൾ വെച്ചുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാനിത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല വേദനയുണ്ട് ഗൈസ്. ആദ്യം ഒരു വേദനയൊക്കെ നമ്മൾ സഹിക്കാൻ പാടായിരിക്കും. ഞാൻ ബ്യൂട്ടി പാർലർ വല്ലപ്പോഴേ പോകുള്ളൂ. വല്ലപ്പോഴും എന്ന് പറഞ്ഞാൽ ഹെയറിൻ്റെ കാര്യത്തിന് മാത്രമേ പോകാറുള്ളൂ. ബാക്കിയെല്ലാം സ്വന്തമായിട്ട് ടെക്നോളജിയാണ് ചെയ്യുന്നത്. ബ്ലീച്ച് ചെയ്യാനറിയാം എനിക്ക്, ഫേഷ്യൽ ചെയ്യാനറിയാം, വാക്സിൻ ചെയ്യാനറിയാം, പുരികം ത്രെഡ് ചെയ്യാനറിയാം. അതുകൊണ്ട് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകാറില്ല. പിന്നെ ഫേഷ്യൽ ചെയ്യാനറിയാം. ഒരു സ്പെഷ്യൽ കിറ്റ് ഞാൻ ഇവിടെ വാങ്ങിക്കൊണ്ട് വെച്ചിരിക്കുകയാണ്. വിസ്പറാണല്ലോ. ഞാൻ ഈ കമ്പനിയുടേതാണ്. കാരണം ഇത് ഞാൻ വേറെ ദിവസം കാണിക്കാം. സംഭവം ഗോൾഡൻ ഫേഷ്യലാണ്.
ഉണ്ടല്ലോ. ഇത് വേറൊരു ദിവസം ഷുഗറിൽ ചെയ്യുന്ന കാണിച്ചു തരാം. ഞാൻ വാങ്ങിക്കൊണ്ടൊന്നിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇത് വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നേ ഉള്ളൂ. ഒബ്രോമാളിൽ പോയപ്പോൾ വാങ്ങിയതാണ്. അതായത് ന്യൂ ഇയറിൻ്റെ അന്ന് കറങ്ങാൻ പോയില്ലേ, ഫുഡ് അടിക്കാൻ പോയതിൻ്റെ അന്ന് വാങ്ങിയതാണ്. ഈ ടിഷ്യൂ പേപ്പറിൻ്റെയും അങ്കടവാടിയായി മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്.